കേരളം ഇന്നേവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. കൃത്യമായ കണക്കില്ലെങ്കിലും ഇനിയും നിരവധി പേർ മണ്ണിനടിയിലുണ്ടാകാം. അതിൽ എത്ര പേർ ജീവനോടെ ഉണ്ടാകുമെന്നിങ്ങനെ നിരവധി ചോദ്യങ്ങൾ അവശേഷിക്കുകയാണ്. നിലവിൽ ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനം അതിവേഗം പുരോഗമിക്കുന്നുണ്ട്. ഗ്രാമത്തിലേക്കുള്ള ഏകമാർഗമായ പാലം പൂർണ്ണമായും തകർന്നതോടെ വലിയ JCB ഉൾപ്പെടെയുള്ള മണ്ണുമാന്തി യന്ത്രങ്ങൾ എത്തിക്കാനാവാത്തതിനാൽ കഴിഞ്ഞ 2 ദിവസവും മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം തുടങ്ങിയ പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനങ്ങൾ ഇഴയുകയായിരുന്നു. എന്നാൽ ചൂരൽമലയിൽ നിന്ന് മുണ്ടക്കൈയിലേക്ക് ഇന്ത്യൻ ആർമിയുടെ നേതൃത്വത്തിൽ ബെയിലി പാലം നിർമ്മിച്ച് ആ പ്രശ്നവും അതിജീവിച്ചിരിക്കുകയാണ് കേരളക്കര. ദുരന്തമുഖത്ത് സ്ത്രീകൾക്ക് ശക്തി ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കുന്നതായിരുന്നു ബെയിലി പാലത്തിന്റെ എഞ്ചിനീയർ കൂടിയായ മേജർ സീത ഷെൽക്കെ. ഇപ്പോൾ നിരവധി ആളുകളാണ് മേജറിന് അഭിനന്ദനം അറിയിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ പ്രതികരിക്കുന്നത്. പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതും ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നതുമായ ചിത്രങ്ങൾ പങ്കുവച്ചാണ് സോഷ്യൽ മീഡിയയിലെ പിന്തുണ. ബംഗളൂരുവിൽ നിന്നുള്ള സൈന്യത്തിന്റെ മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിലെ ഉദ്യോഗസ്ഥയാണ് ഈ മഹാരാഷ്ട്രക്കാരി. രാജ്യത്തുടനീളമായി സൈന്യത്തിന് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു നൽകുന്നവരാണ് MEG മദ്രാസ്, ദി സാപ്പേഴ്സ് എന്നും ഇവർ അറിയപ്പെടുന്നു. മദ്രാസ് സാപ്പേഴ്സിന്റെ ഏക വനിതാ ഉദ്യോഗസ്ഥ കൂടിയാണ് സീത ഷെൽക്കെ. മേജർ സീത അശോക് ഷെൽക്കെ എന്നാണ് ഉദ്യോഗസ്ഥയുടെ പൂർണ്ണ പേര്. അഭിഭാഷകനായ അശോക് ബിഗാജി ഷെൽക്കെയുടെ 4 മക്കളിൽ ഒരാളാണ് സീത ഷെൽക്കെ. അഹമ്മദ് നഗറിലെ ലോണിയിലെ പ്രവാര റൂറൽ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ സീത ഷെൽക്കെ ബിരുദം പൂർത്തിയാക്കിയത്. തുടർന്ന് 2012 സീത അശോക് ഷെൽക്കെ സൈന്യത്തിന്റെ ഭാഗമായത്. സീത ഉൾപ്പെടെ കർണാടക, കേരള സബ് ഏരിയ ജനറൽ ഓഫീസർ കമാൻഡിംഗ് മേജർ ജനറൽ വിനോദ് ടി മാത്യുവിന്റെ നേതൃത്വത്തിലുള്ള 70 അംഗ സംഘമാണ് ബംഗളൂരുവിൽ നിന്ന് ചൂരൽമലയിലെ രക്ഷാപ്രവർത്തനത്തിനെത്തിയത്. നിലവിൽ MEGയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച മുണ്ടക്കൈയിലെ പാലം പ്രദേശത്തെ രക്ഷാപ്രവർത്തനത്തിൽ നിർണായക പങ്കാണ് വഹിക്കുക. ഇന്നലെയാണ് ബെയിലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായത്. സൈന്യത്തിന്റെ വാഹനം തന്നെ ഓടിച്ച് ഷെൽക്കെ പാലത്തിന്റെ ബലവും ഉറപ്പുവരുത്തിയിരുന്നു. തുടർന്നുള്ള സൈന്യത്തിന്റെ സന്തോഷ പ്രകടനവും സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോ സൈന്യത്തിന് വലിയൊരു മുദ്രാവാക്യം വിളികളോടെ, കയ്യടികളോടെ സൈന്യത്തെ സ്വീകരിച്ചിരിക്കുന്നു ജനങ്ങൾ. സർക്കാർ മുണ്ടക്കൈയിൽ പാലം നിർമ്മിക്കുന്നതുവരെ ബെയിലി പാലം തിരിച്ചെടുക്കില്ലെന്നും സൈന്യം ഉറപ്പു നൽകിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തനത്തിനായി ബെയിലി പാലത്തിലൂടെ യന്ത്രങ്ങളും ആംബുലൻസുകളും എത്തിച്ചിട്ടുണ്ട്. കാലാവസ്ഥ അനുകൂലമായാൽ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുമെന്നും അധികൃതർ അറിയിച്ചു. 40 ടീമുകൾ 6 സോണുകളിലായാണ് തിരച്ചിൽ നടത്തുക.